ഇവിടെ ശരിക്കും ഏത് മീനൊക്കെ ഉണ്ടാകും ഹാജി? കട്ട്ല. കട്ട്ലന്റെ അതിൽ പെട്ട തന്നെയാണ്. ഷേപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ എന്താ അരയിടല്? നമ്മള് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒറ്റപ്പാലത്തേക്കാണ്. 97, 98, 99 കാലഘട്ടത്തിൽ ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടോക്കിയാലോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒറ്റപ്പാലത്തിരിക്കുകയാണ്. ഞാൻ 98 കാലങ്ങളിൽ പഠിച്ച സ്കൂളായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇതായിരുന്നു സ്കൂള്. പിന്നെ ഞാൻ താമസിച്ച സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചത്. ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലേ? ഇതാ വീട് അങ്ങനെ ഉണ്ട്. അത്ര ഒന്നും ഒരു മാറ്റമില്ല. ഇതാ ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇതാ ഇവിടെ ഈ റോഡ്. ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇതിപ്പൊക്കെ പൊളിച്ച് മാറ്റി അല്ലേ? ഇതല്ലേ സംഭവം? ഇവിടെയായിരുന്നു അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. 98 കാലഘട്ടങ്ങളിൽ ഇവിടെ അടിച്ചു പൊളിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഞാനൊക്കെ നീന്താൻ പഠിച്ച ഒരു സ്ഥലമുണ്ട്, ഒരു തോട്. അങ്ങോട്ടേക്കിടാം. വെള്ളം ഇതുവരെ ഓ തോട്ടുന്ന് അന്ന് ഇതുപോലെ പാലൊന്നും ഉണ്ടായില്ല ഗൈസ്. ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് നീന്താൻ പഠിച്ചത്. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുളിക്കുമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു നമ്മൾ നീന്താനൊക്കെ പഠിച്ചത്. ഇത് വലിയ തോടാട്ടോ. അങ്ങനത്തെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ്. അതെ, ഭാരതപ്പുഴയിലെ കണക്ഷൻ വരുന്നതാണ്. നമ്മളെന്നും വന്ന് ഇവിടെ വൈകുന്നേരം ആകുമ്പം എന്നും വന്ന് ഇവിടെ നീന്താൻ വരും. അങ്ങനെയാണ് ഇവിടുന്ന് നീന്താൻ പഠിച്ചത്. പിന്നെ ഇത് ഷാജിദ ഹെൽമെറ്റ്. പഴയ ഓർമ്മകളാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ അങ്ങനെ കുളിക്കും. ഇപ്പോഴൊന്നും ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വരാറില്ല തോന്നുന്നുണ്ട്. പഴയ അവസ്ഥയല്ല, അവസ്ഥയൊക്കെ മാറി. നമ്മൾ ഈ നാട്ടുകാരനാണെങ്കിലും കൂടുതലായിട്ട് ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ പൊന്തൊക്കെ കെട്ടി. ഇപ്പൊ പുതിയൊരു പാലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നടപ്പാലല്ല, അത് വെള്ളത്തിന്റെ ഒക്കെ സംഭവമാണ്. നമ്മൾ അങ്ങ് ദൂരമൊക്കെ പോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നാണ് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയർക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിവനൊക്കെ ഒരേ സ്ഥലത്ത് നിന്നവരാണ്. ആ വീട് ഞങ്ങൾക്ക് കാണിച്ചില്ല, ഒരു കോട്ടേഴ്സ് അവിടെയായിരുന്നു. ഒരു ഏരിയയിൽ 2 കണക്ഷൻ. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ കാണുന്നത് ഒന്ന് ശക്തിമാൻ, പിന്നെ ബ്രിട്ടാനെ അവതരിപ്പിക്കുന്ന ജയ് ഹനുമാൻ, ഓം നമഃ ശിവായ. അതൊക്കെയാണ് നമ്മൾ ഒന്നിച്ച് കാണാറ്. ആ സമയത്ത് അതൊക്കെ ഉള്ളൂ. 7 മണിക്ക് ശേഷം ഡൽഹിയിലേക്ക് പോകും. ഒരു കാറ്റ് വന്നാൽ അപ്പം TV കിട്ടൂല, റേഞ്ച് കിട്ടൂല. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇങ്ങനെ മാറ്റി മാറ്റി ടക്ക് ടക്ക് എന്നല്ലേ? ശക്തിമാൻ്റെ സീസൺ. ശക്തിമാൻ്റെ അന്ന് നമ്മൾ ശക്തിമാൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ ഒന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ വന്നത് ഇവൻ്റെ പെങ്ങളുട്ടിൻ്റെ കല്യാണം. ഞാനൊക്കെ തട്ടി നടന്ന ചെക്കനായിരുന്നു. അവൻ്റെ കല്യാണം, ആ കല്യാണം കൂടാൻ വന്നതാണ്. എടുത്ത് നടന്നത് കണ്ണൂർ ഭാഷയിൽ തട്ടി നടന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എടുത്തൊക്കെ നടന്നൊക്കെ കുട്ടിയാണ് ഇപ്പം. പിന്നെ ഇന്ന് കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് കൂടാൻ വന്നതാണ്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി എന്താ വെച്ചാൽ ഭാരതപ്പുഴയുണ്ട്. നമ്മൾ ഈ ഞായറാഴ്ചയൊക്കെ നമ്മൾ ഇവരെ ഫാമിലിയൊക്കെ ആയിട്ട് ഭാരതപ്പുഴ കുളിക്കും. പിന്നെ ഇവിടെ നമ്മളെ പെങ്ങൾ ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അപ്പോൾ ഇവൻ്റെ പെങ്ങളാണ് രക്ഷിച്ചത്. ആ ഓർമ്മയായിട്ട്
ഭയങ്കര ഓർമ്മയാണത് അല്ലേ? പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ. പെങ്ങളെ പെട്ടെന്ന് വെള്ളത്തിൽ ഇതേ തോട്ടിൽ വീണ സമയത്ത് ഇവരെ പെങ്ങളാണ് രക്ഷിച്ചത്. പിന്നെ നമ്മൾ കോണ്ടാക്ട് പറഞ്ഞാൽ ആദ്യം മുതൽ കത്തിലായിരുന്നു അല്ലേ? 99 ആ സമയത്ത് കത്ത് കുറേ കത്തിങ്ങനെ എഴുതും. പിന്നെ കുറേ കാലം അതൊരു മൊബൈൽ മെസ്സേജായി, ഫേസ്ബുക്ക്, വാട്സപ്പായി, ഉഷാറായി. ഇപ്പോഴും ബന്ധങ്ങളുണ്ട്. ആ 98 കാലഘട്ടത്തിലെ ബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ നിലനിർത്തുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഭാരതപ്പുഴയിലേക്ക് വിടാം. നമ്മൾ അവിടെ കുളിക്കാൻ പോയ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഭാരതപ്പുഴ. ഇവിടെയായിരുന്നു നമ്മൾ അന്ന് കുളിക്കാനൊക്കെ വന്നത് മുമ്പ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഒരുവിധം നല്ല പിന്നെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം കേട്ടോ. ഇപ്പോൾ ഈ ആഴം കുറവായിരിക്കും, പക്ഷെ മഴ സീസൺ ആകുമ്പോൾ ഇവിടെ വെള്ളം കമിഞ്ഞ് നിൽക്കും അല്ലേ? ഇവനെ ഒരുപാട് ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് ഫിഷിങ്ങാണ്, ആൾ ഭയങ്കര ക്രൈസാണ്, ഫിഷിങ്ങിൻ്റെ ഭയങ്കര ക്രൈസാണ്, മീൻ പിടിക്കാറുണ്ട് അല്ലേ? ഇത് ചാനലിൻ്റെ പേരെന്താ? നിന്റെ ചാനലിന്റെ ഷാജുദ്ദീൻ പാഷ. അതിലുണ്ടോ ഇനി ഫിഷിങ്ങിന്റെ വീഡിയോ ഒക്കെ അതിലുണ്ടാവും? ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഇടാറില്ല, ഇനി ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലോ. ഇതുവഴിയാണ് മുമ്പ് നമ്മൾ വന്ന് നീന്താനൊക്കെ പഠിച്ചത്. ഇവിടെ നിന്നാണ് എല്ലാ ഞായറാഴ്ചയും നമ്മളെ ഫാദർ നമ്മളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ചിട്ടാണ് പോവാറ്. ഭയങ്കര രസമായിരുന്നു. കുഴപ്പമില്ല. അല്ല ഷാജി, നമ്മളെല്ലാം ഞായറാഴ്ച ഇങ്ങോട്ട് വരാറില്ലേ? പിന്നെ അന്ന് ഈ പാല് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? പണി നടക്കുന്ന സമയമായിരുന്നു. ഈ കാലുകളൊക്കെ ഇങ്ങനെ ഏകദേശം ഒരു 4-5 കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. പിന്നെ ഒരുവിധ മലയാള ഫിലിം ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയാണ് നടക്കാറ്. ഒരുപാട് നമ്മളില്ല കാലഘട്ടങ്ങളിൽ ഇവിടെ തന്നെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതെ അതെ, ഒരുപാട് സിനിമകളിലുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മേലെ നിന്നിട്ട് ഇവന് ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും ഏത് മീനൊക്കെ ഉണ്ടായിരുന്നു ഷാജി? കട്ട്ല. കട്ട്ലന്റെ അതിൽ പെട്ട തന്നെയാണ്. ഷൈപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്താ ഇടല്? നമ്മള് ഗോതമ്പ് മറ്റേ മൈദ ഉണ്ടല്ലോ, മൈദ അത് ബോള് പോലെ പല്ലറ്റ് പറയാം. പിന്നെ അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ മിക്സ് ചെയ്യും, കുറെ എസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തോന്നിയ പോലെ ചെയ്യും. മീൻ കിട്ടൽ ലെക്കാണല്ലോ. അങ്ങനെ അതൊരു ഉണ്ടാക്കിയിട്ട് അതിൽ ഹുക്കൊക്കെ സെറ്റ് ചെയ്ത് ഒരു 6 ഹുക്കൊക്കെ ഉണ്ടാവും ഒരു ചൂണ്ടയിൽ വന്നിട്ട്. അത് ശരിക്കും ബോളാക്കിയിട്ട് നല്ല വെയിറ്റ് ഉള്ളൊരു നെട്ടോ അല്ലെങ്കിൽ നല്ല തീയൊക്കെ ഇട്ടിട്ട് എറിഞ്ഞു കൊടുക്കും. റോഡിൽ തന്നെ നമ്മളെ ഫിഷിംഗ് റീലിൽ തന്നെ, റീലും റോഡും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ ബെല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, റെസ്റ്റ് ചെയ്തിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ആയിട്ട്. അപ്പൊ ആ കിളിക്ക് ഇങ്ങനെ കിളിയും കുറച്ച് ചെയ്യണം. കിളിങ്ങുമ്പോ രസമാണല്ലോ മീൻപിടുത്തം. അത് പിടിക്കുന്നവർക്ക് അറിയാം അതിന്റെ ഒരു അത് വേറൊരു മൂടാണ്. മീനാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലേക്ക് കിട്ടുന്നവരെ വേറൊരു മൂടായിരിക്കും, വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതിനോട് മല്ലിടായിരിക്കും. ആ ഭാഗത്തൊക്കെ ഇത് തോടും പുഴയും കൂടെ ഒന്നാവണ സ്ഥലമാണ്. അതിനില്ല മല്ലിടായിരിക്കും. പിന്നെ അത് കയറ്റിലാവും. പിന്നെ കോരും വലിയും എടുത്തിട്ട് കയറ്റി അതുകൊണ്ട് കയ്യിൽ കിട്ടിയ പിന്നെ വേറെ ലെവലാണ്, ഒരു സുഖമാണ് മനസ്സിൽ. അപ്പൊ ഗൈസ് ഇതാ നമ്മള് ഇപ്പൊ ശരിക്കും നിൽക്കുന്നത് ഇവിടെ പിന്നെ ഒറ്റപ്പാലം, അപ്പുറത്ത് മായന്നൂർ. ഈ പുഴയുടെ അക്കരെ വന്നിട്ട് മായന്നൂര് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരും. ഈ പാലം എന്ന് പറഞ്ഞാല് പാലക്കാട് ജില്ലയും തൃശ്ശൂരും കൂടെ കണക്ട് ചെയ്യുന്ന പാലാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവന്റെ മരിയവന്റെ കല്യാണത്തിനാണ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയി കല്യാണത്തിന് കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെയായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത്. ഷാജിൻ്റെ വീടാണ്. ഇനി നമ്മൾ പോകുന്നത് കല്യാണ വീട്ടിലേക്കാണ്. അവിടെ മണ്ഡപമല്ല, മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ വിട്ടാലോ. അപ്പോൾ ഗൈസ് നമ്മളിതാ പിന്നെ സംഗമം ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലാണുള്ളത്.
ഇനിയിപ്പോൾ കല്യാണം കൂടണം എന്തൊരു നമുക്ക് അകത്തേക്കൊന്ന് പോയേക്കാം. ഓക്കെ, മണവാള് ഇവരൊക്കെ നമ്മൾ തട്ടിയിടുന്ന ആളാണ്. 44. ഹായ് ഹായ്. ഭക്ഷണം കഴിക്കാനാണ് ഗൈസ്. സാലി പഴയ ഒരു കൂട്ടുകാരനാണ്. ഇവരൊക്കെ വന്നിട്ടാണ് ഞാൻ പറഞ്ഞ തോട് കണ്ടില്ലേ, ഇത് ഒറ്റപ്പാലം സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. ചിക്കനാണ്, സംഭവം സൂപ്പറാണ്. ഇത് നമ്മളെ മണവാളിൻ്റെ കാരണമാണ് മിസ്റ്റർ താഹിർ. മണവാളിൻ്റെ കാരണം അമ്മാവൻ നാട്ടിൽ ഇവിടെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, നേരത്തെ വിട്ടു, പക്ഷെ തിരക്കിലായി പോയി അല്ലേ. നമുക്ക് ഭക്ഷണം അടിപൊളിയായിരുന്നു, അടിപൊളിയാണ്. നമ്മളിതാ നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇതാണ് ഈ അരിമുറുക്ക് എന്ന് പറയും. അരിമുറുക്ക് ബീഫിൻ്റെ ഐറ്റാണ്. അരിമുറുക്കാണ്. ഇത് നമ്മൾ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റാണ്. ഇവിടെ അരിമുറുക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. സംഭവം സാറേട്ടോ, കുഴപ്പമില്ല. അരിമുറുക്കല്ല സംഭവം അടിപൊളി, ഉപ്പല്ല വെറൈറ്റിയാണ് സംഭവം. നമ്മളെ സുഹൃത്തിൻ്റെ കല്യാണമാണ് ഇന്ന്. അടിച്ചു പൊളിച്ചു കണ്ട് കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഓക്കെ.